നമസ്കാരം. ഗിൽനെറ്റ് ബോട്ടിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. ഇന്നത്തെ വലവെക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാളെ രാവിലെ വല പിടിച്ചിട്ട് നേരെ കരക്കോളോട്ടാ. ഇന്നത്തേക്ക് നമുക്ക് കടലിലേക്ക് വന്നിട്ട് ഏകദേശം 24 ദിവസത്തോളം ആവാൻ പോകുന്നുണ്ട്. 30 ഞോട്ടിക്കിലോളുണ്ട് നമുക്ക് വലയിടുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താനായിട്ട്. കരയിലേക്ക് എത്താനായിട്ട് ഏകദേശം 4 ദിവസത്തെ ഓട്ടം മാത്രമുണ്ട്. അതും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 28 ദിവസത്തോളം നമുക്ക് കടലിൽ എന്താ പറയുക, വല്ലാത്തൊരു ജീവിതം തന്നെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ദിവസവും ചൂര കൂട്ടി മടുത്തതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ നമ്മൾ ബോണ്ട ഉണ്ടാക്കിയത്. ബോണ്ട അപ്പം എല്ലാവരും എന്താ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ചെറിയൊരു മഴക്കാരുണ്ട്, പക്ഷേ നമുക്ക് മഴ കിട്ടിയിട്ടില്ല. പടിഞ്ഞാറെങ്ങോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കാറ്റൊടിക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിൻ്റെ ആ ഒരു സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം നല്ല ശാന്തമായിട്ട് കിടക്കിയിരുന്നു. അതിനുശേഷം നമ്മുടെ തിരമാലകളുടെ ഉയരം പയ്യെ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയിട്ട് മഴ പെയ്യണതിൻ്റെ ഒപ്പം തന്നെ കാറ്റ് വീശാൻ നേരത്താണ്ട് നമ്മുടെ കടൽ റഫാണ്. ശാന്തമായിട്ട് കിടന്ന കടലിത് ചെറുതായിട്ട് ഇപ്പോൾ റഫാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി ഉലഞ്ഞാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത്. കടലെപ്പോഴും ശാന്തമായിട്ട് കിടക്കണേണ്ട നമുക്ക് ഗുണം ചെയ്യണം. കാരണം മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ കിടന്നുറങ്ങാനെല്ലാം ശാന്തമായിട്ടിരിക്കുന്ന സമയത്തേ പറ്റുള്ളൂ. റഫെങ്ങാലും വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതും ഡീപ് സീലാണെങ്കിൽ പറയാൻ വേണ്ടല്ല. ബോട്ടിൻ്റെ ഹൈറ്റിലുള്ള തിരമാലകളായിരിക്കുള്ളൂ തന്നെ. പിന്നെ ഇത് അത്ര വലിയ റഫൊന്നുമല്ല കേട്ടോ. അതുമാത്രമല്ല നമുക്ക് ഈ റഫ് ടൈം വരാൻ നേരത്ത് ഭക്ഷണം കഴിക്കാനാ, മര്യാദക്ക് കിടക്കാനാ, ബാത്റൂമിലിരിക്കാൻ പോലും മര്യാദക്ക് പറ്റത്തില്ല കേട്ടോ. വയർലെസ്സിൽ കണക്ഷൻ കിട്ടിയ ബോട്ടുകാരുടെ അടുത്ത് മീനിൻ്റെ തിരിവ് എങ്ങനെയാണെന്ന് സ്രാങ്ക് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. തിരമാലകളെ മുറിച്ച് മുന്നോട്ട് പോകാൻ നേരത്ത് ബോട്ടിൻ്റെ അണിയും, അതായത് മുൻഭാഗം, അവിടെ കിട്ടുന്ന ആ ഒരു പ്രത്യാഘാതം നമുക്ക് ബാക്കിലിരുന്നാൽ കിട്ടൂല കേട്ടോ. ബാക്കിൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റിന് മുൻപിലിരിക്കും വേണ്ട. വെള്ളം വലിവൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ വലയിടുന്ന സ്ഥലത്തെത്തിയപ്പോഴും കുറച്ച് വൈകി. അങ്ങനെ ഒരു 6 മണിയായപ്പോഴേക്കും നമ്മൾ കടലിലേക്ക് വല തട്ടാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഇത് നോക്കി, സാധാരണ ദിവസം പോലെയല്ല ഇന്ന് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി ഉലിഞ്ഞുകൊണ്ടിരിക്കേണ്ട. അതായത് ചെറിയ രീതിയിൽ റഫുണ്ട്, എവിടെയോ നല്ല രീതിയിൽ മഴ തകർത്തുകൊണ്ടിരിക്കേണ്ട. അതിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനം ഒരു ഡേഞ്ചർ പണിയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം, നമുക്ക് എന്ത് ചെയ്യാൻ നേരത്ത് നമുക്ക് സ്റ്റേബിളായിട്ട് നിന്ന് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമുക്ക് ഒരു ബാലൻസിലേ നിൽക്കാൻ പറ്റുള്ളൂ. അതും പരിചയമുള്ളവർക്ക് മാത്രം കേട്ടോ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നടക്കാൻ പോയിട്ട് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഒമ്പത് മണി 9:30 നമ്മൾ വലയിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഞ്ചിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. സ്പെയർ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് കടലിൽ വെച്ച് തന്നെ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കടലിൽ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യോട്ടെ. പണിയെല്ലാം കഴിഞ്ഞ് ബോട്ടിൻ്റെ അണിയത്ത് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കിടക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. ഇഷ്ടം പോലെ നക്ഷത്രം ഒരുക്കോട്ടെ മുകളിലേക്ക് നോക്കാൻ നേരത്ത് നല്ല വിസിബിളായിട്ട് അത് കാണാനും പറ്റും. കാരണം പൊടിപടലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ. വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര എഫക്റ്റ് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ടുണ്ട് ഒന്നും പറയാനില്ല, സൂപ്പർ സംഭവം. കൃത്യം 2 മണിയായപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടാ, പക്ഷേ സ്റ്റാർട്ട് ആവണ്ടായില്ല, സെൽഫ് അടിക്കണ്ടായില്ല. 4 ബാറ്ററിയാണ് നമ്മുടെ ബോട്ടിനകത്ത് ഉണ്ടാവണേട്ടാ. ബാറ്ററിയിലേക്ക് ചാർജ് കയറാനായിട്ട് ജനറേറ്റർ ഉണ്ട്, പക്ഷേ ജനറേറ്റർ ഓൺ ആക്കിയിട്ടിട്ടും ബാറ്ററിയിലേക്ക് ചാർജ് കയറണ്ടായില്ല. 27 പോയിൻ്റൊക്കെ വന്നിട്ടും നമ്മുടെ ബോട്ടിൻ്റെ സെൽഫ് അടിക്കണ്ടായില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ റോപ്പ് ഇട്ടിട്ട് എഞ്ചിനെ കറക്കി സ്റ്റാർട്ട് ചെയ്യൂട്ടാ. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 HP സിനോട്രക്കിൻ്റെ 6 സിലിണ്ടർ എഞ്ചിനാണ് ഈ ബോട്ടിനകത്തുള്ളത്. ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എവിടെ നമ്മൾ വിടോ. അങ്ങനെ എൻജിനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 2:30-3 മണിയായപ്പോൾ വല പിടിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചു. വലയുടെ ഒരു എൻഡിൽ റോപ്പ് നമ്മുടെ ആങ്കർ റോപ്പായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. അത് ബീഞ്ചിൽ ഇങ്ങനെ കറങ്ങി വരോട്ടെ. അതിനുശേഷം നമ്മുടെ ഓരോ സെറ്റ് വല വെച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അത് ഈ കുടുങ്ങി വന്ന മീനുകളാണ് നമ്മൾ നേരെ എടുത്ത് പൊക്കി കയറിനേട്ട. അവസാനത്തെ സെറ്റ് വലയായിരിക്കുള്ളൂ നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പൊതുവെ മീൻ കുറവായിരിക്കുള്ളൂ ആദ്യത്തെ 2 സെറ്റിനകത്ത്. പിന്നെ ചിലതൊക്കെ ഭാഗ്യത്തിൽ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളത്തിലേക്ക് നോക്കിക്കേണ്ട. അതിൻ്റെ അർത്ഥം എന്തോ വലിയ മീൻ കുരുങ്ങിയിട്ടുണ്ടെന്നാണ്. ചെറിയ പന്നിക്കോലാനും 3-4 ചൂരയും അതുപോലെ ഒരു ഓലക്കുടിയനാണ് നമുക്ക് കിട്ടിയത്.
വീഞ്ചിലെടുക്കാൻ പറ്റാത്തതിൻ്റെ വല്ല ആൽബർട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടി വാലി കുരുക്കിക്കൊണ്ടിരിക്കേണ്ട, ഇനി സൈഡിലൂടെ വലിച്ചെടുത്ത് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റോട്ടാ. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, വെള്ളത്തിൽ കിടക്കണതിൻ്റെ വലിയ സൈസ് തോന്നാത്തതാണ്. ഇതിനിപ്പോൾ ബോട്ടിൽ കയറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ സൈസ് മനസ്സിലാവട്ടെ. ബോട്ടിലുള്ള എല്ലാവരും കൂടിയും പിടിച്ചിട്ടാണ് സാധനത്തിന് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയാണ് ഫസ്റ്റ് ടൈപ്പ് പന്നിയാണ്, അതായത് ഫസ്റ്റ് ടൈപ്പ് സ്പോട്ട് ഫിഷാണ്. നോക്കി ഇതിൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ, തലയൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വില കിട്ടത്തില്ല കേട്ടോ. ഇത്രയും വലിയ മീനെയൊക്കെ ഇവർ വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ kg കണ്ട കണക്ക്, പെർ കിലോന് 80-90 രൂപ കണ്ടാണ് ഇവരുടെ നാട്ടിൽ ഇതിൻ്റെ വില കേട്ടാ. ചില സമയങ്ങളിൽ 100-110 അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇത് എത്ര കിലോ ഉണ്ടാവോ അതനുസരിച്ചുള്ള വില ഇവർക്ക് കിട്ടും കേട്ടോ ഒരു മീനിൽ നിന്ന്. അടുത്തതേ ഒരു സെയിൽ ഫിഷാണ് വന്നേക്കണം നമ്മുടെ ഓലക്കൊടിയനേട്ടാ. വലയിൽ നിന്ന് മീനെ പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ വല ഒരാൾ നോക്കിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല പോയിട്ട് പങ്കടടിയിൽ ചുറ്റിപ്പിടിക്കോട്ടെ. വലയുടെ ഉള്ളിൽ ഉടക്കി കിടക്കേണ്ട, ഇനി ഇതിനെ ആ ഉടക്കിന്നൊക്കെ മാറ്റി നമ്മൾ റെഡിയാക്കി എടുക്കണം. സമയം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടാവട്ടെ. വെളുപ്പാങ്കാലം അതിൻ്റെ വലിയ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നല്ല തമിഴ് പാട്ടൊക്കെ നമ്മുടെ ബോട്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. ബോട്ടിലൊരു വലിയ കോളാമ്പി പോലത്തെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല അടിപൊളി തമിഴ് പാട്ടൊക്കെ കേൾക്കട്ടെ. സൂര്യോദയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എങ്ങോ ഉദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വലിയ മീൻ കൂടിയും വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് ബ്ലാക്ക് മാർലിൻ, അതായത് നമ്മുടെ കട്ടക്കൊമ്പൻ എന്ന് പറയട്ടെ. അപ്പോൾ വലയിൽ നിന്ന് ഉടക്കെല്ലാം മാറ്റി മീൻ എടുത്തിട്ട് നേരെ നമ്മുടെ ബോട്ടിൻ്റെ അണിയത്തുണ്ട് വെക്കേണ്ട. ഇതിൻ്റെ വയറ് കീറി കുടലൊന്നും എടുത്ത് കളയില്ലോട്ടെ. പന്നിക്കോലാൻ്റെയും അതുപോലെ തെരണ്ടിയുടെ മാത്രം കുടലാണ് നമ്മൾ എടുത്ത് കളയുന്നത്. പൊന്നാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സൈസിലുള്ള ഒരു പന്നിക്കോലാനായിട്ട് വന്നേക്കേണ്ട. എന്നിട്ട് ഉയരിക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോട്ടിനകത്ത് ഇതുപോലെ ജീവനോടെ മീനുകൾ തന്നെ വളരെ യാദൃശ്ചികം മാത്രമുണ്ട്. അങ്ങനെ വരാറില്ല എന്ന് തന്നെ പറയാം. 1-2 വല്ലപ്പോഴും വന്നിട്ട്. അപ്പോൾ ഈ ഒരു പന്നിക്കോലാൻ നമുക്ക് ജീവനോടെ ഉണ്ട് വന്നത്. അതായത് ഇപ്പം കണ്ട് നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ളൂ. ഇതിനൊക്കെ മത്തിയൊക്കെ വെച്ച് നോക്കണ്ട് പുള്ളിക്കാരൻ. ഈ മീൻ ഭയങ്കര ടയർഡാന്ന് തോന്നുന്നു, വലയിൽ കുടുങ്ങി വന്നിട്ടാന്ന് തോന്നുന്നു, പെടക്കണമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കൊമ്പ് വെച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഇത് നോക്കി ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ. പിന്നെ ചില സമയങ്ങളിലൊക്കെ വിഷമമൊക്കെ വരാറുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എട്ടാക്കി മടക്കി കരയിലിട്ടിട്ടാണ്ടോ തന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഫോണിന് റേഞ്ചുമില്ല, നോ സിഗ്നൽസ്, ഒള്ളി ഈ 4 സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും കടലിട്ടാ. എന്തായാലും നല്ലൊരു പാടാണ് നമുക്ക് കിട്ടണം. പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിന് ഇവർ പറയുന്നതാണ് തമിഴിൽ പാടുന്നിട്ടാ. അപ്പം നല്ല പാട് നമുക്കുണ്ട്. മീൻ നല്ല രീതിയിൽ വലിയ വലിയ മീനുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ആദ്യം കിട്ടിയ പന്നിക്കോലാൻ്റെ കൊമ്പറത്തുകൊണ്ടിരിക്കേണ്ട, ഇനി കുടലെല്ലാം കളഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കി വെക്കും. അതുപോലെ തന്നെ അതിൻ്റെ മോനാണെന്ന് തോന്നുന്നു നമ്മുടെ വലയിൽ കുടുങ്ങി വന്നാണ്ട. ചെറുതാണ്, പക്ഷേ ജീവനുണ്ടായില്ല, ചത്തതായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ ഈ ഡീപ് സീയിലേക്കൊക്കെ കൂടുതലും തന്നെ ഇതുപോലെ ഗിൽനെറ്റ് ബോട്ടുകളാണ്. ട്രോളിംഗ് ബോട്ടുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ പണിയെടുക്കാനും പറ്റില്ല, കാരണം വല അടിയിലെത്തില്ല, അത്രയും ആഴമുണ്ട്. ശരിക്കും ഇതൊരു സൈക്കിളാണ്. ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള 100 കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടാവും. അതുങ്ങൾ വലുതായി പ്രസവിച്ച് ഇതുപോലെ 100 ജന്മം കൊടുക്കും. അതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഡീപ് സീയിൽ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഇഷ്ടം പോലെ മീനായിരിക്കുള്ളൂ. മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള, കാരണം ഇവിടെ താഴോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കണേലും അപ്പുറമാണ്. അപ്രോക്സിമേറ്റ് ആഴം പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 ഭാഗത്തോളം ഉണ്ടാവും നമ്മിപ്പോൾ വലയിടുന്ന സ്ഥലത്ത് ആഴോട്ടാ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 3650 മീറ്റർ ഇട്ടാ. പക്ഷെ നമ്മുടെ വല സീ ബെഡിലേക്ക് മുട്ടൂല. നമ്മുടെ വല പോണ ആകെ 9 ഭാഗമാണ്, അതായത് 16 മീറ്ററോളം നമ്മുടെ വല അടിയിലേക്ക് പോകും. ഈ മീൻ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മീനുകളെല്ലാം കൂടുതലും മുകളിലാണ്ട് ഉണ്ടാവണം. രാത്രി ആയി കഴിയുമ്പോൾ ഇങ്ങനത്തെ മീനുകൾ കൂടുതലും മുകളിലായിരിക്കുള്ളൂ തന്നെ. അതിനെ നമ്മൾ എപ്പിപെലാജിക് സോൺ എന്ന് പറയും. അതായത് സർഫസിൽ നിന്ന് 200 മീറ്റർ വരെയുള്ള ആ ഒരു സൺലൈറ്റ് സോണിനെ പറയുന്ന പേര് എപ്പിപെലാജിക് സോൺ എന്നാണ്. വീഞ്ചിലെടുക്കാൻ നേരത്ത് ജസ്റ്റ് വലയിൽ കുടുങ്ങിക്കണ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല കറങ്ങി വരുമ്പോഴേക്കും തെറിച്ച് വെള്ളത്തിലേക്ക് പോട്ടെ. ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചാടി എടുക്കണം. അധികം ആഴങ്ങളിലേക്ക് പോയാൽ കിട്ടില്ല. അതിന് മുന്നേ ചാടിയത് ഒരു മീഡിയം സൈസ് ഓലക്കൊടിനെ രമേശനൻ പല്ലിന് കടിച്ചെടുത്തുകൊണ്ട് തന്നെയുണ്ട്.
ബമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ലോട്ടറി എടുക്കാൻ നേരത്ത് ബമ്പറില്ലേ, അതുപോലെ കടലിൽ ബമ്പർ വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ വലയെ കുടുങ്ങണേണ്ട പറയുന്നത്. ഇത് നോക്കി മീൻ വന്നെ വരെ കൊണ്ട് 2 ഓലക്കുടീനാണ്ട് അടുപ്പിച്ച് വന്നത്. സൺ കിസ്ഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലേ ഈ കാണേണ്ട. അതായത് നമ്മുടെ അടിപൊളി ഒരു സൂര്യോദയമാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ നോക്കാൻ നേരത്ത് ഒരു വാല് പൊന്തിക്കണണ്ട. അതെന്താണെന്നറിയോ, ഒരു മീനാണ് നമ്മുടെ വലയിനകത്ത് കുടുങ്ങി കിടക്കണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാർക്കിൻ്റെയൊക്കെ ഫിൻ പോലെ ഉണ്ടല്ലേ, പക്ഷെ അതല്ല, ഇത് വേറെന്തോ മീനാണ്ട. എന്താണെന്ന് അറിയില്ല. അടുത്ത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സ്രാവായിരിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കട്ടക്കൊമ്പനായിരിക്കുള്ളൂ. கொண்டு வாங்க பொண்ணு போடு முன்ன போடு വലിയ മീൻ ഇതുപോലെ വരാൻ നേരത്ത് വീഞ്ചിലടിച്ച് കയറില്ല, കാരണം വെയിറ്റ് ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ വാലിൽ റോപ്പ് കെട്ടണം എങ്ങനെയാണ് നിങ്ങൾ കണ്ടല്ലോ. അതെ, ഒന്ന് കണ്ടു നോക്കട്ടെ. വെള്ളം നമ്മൾ പേടിക്കണം കടലിലിറങ്ങുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷേ ആ ഒരു പേടി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എത്ര വലിയ നീന്തലുകാരനാണെന്ന് പറഞ്ഞാൽ കടലിലിറങ്ങാൻ നിൽക്കരുത്. കാരണം വെപ്രാളം വന്നു കഴിഞ്ഞാൽ നമുക്ക് നീന്താൻ പറ്റില്ല, കാലിൽ മസിലിട്ട് കയറും, നീന്തിയാൽ എത്താത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. പുള്ളി ചെയ്തിട്ടില്ല, എത്ര കൂളായിട്ട് നിന്നിട്ടാണ് അതിൻ്റെ വാലിൽ കുടുക്കിട്ടത്. അതേസമയം ഉള്ളിൽ പേടി വെച്ചിട്ട് കടലിൽ നീന്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കടലിൽ കാണുന്ന പോലെയല്ല, നല്ല വെള്ളം വലിവായിരിക്കുള്ള ചില സമയങ്ങളിൽ. ഇത്രയും ഡീപ് സീലോട്ടൊക്കെ നമ്മൾ ചാടാൻ നേരത്ത് മുകളിൽ നല്ല ചൂടായിരിക്കുള്ളൂ, പക്ഷേ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല തണുപ്പായിരിക്കുള്ളൂ. ആ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിക്കോട്ടെ. കാരണം ഇത്രയും ആഴം കൂടിയ കടലിൽ എന്തൊക്കെയാണ് അടിയിലുള്ളതെന്ന് അറിയില്ല, എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ഭയം. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെപ്രാളൂരുകളും നീന്തി കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആഴക്കടലിൽ അതിന് ആര് പോയി ചാടാൻ പോകണ്ടാണ്. ആഴക്കടലിൽ കൊമ്പന്മാരാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ബീച്ച് സൈഡിൽ കുളിക്കാൻ ഇറങ്ങണവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവിടെ കടൽ ചൊറി ഉണ്ടാവും. യെല്ലോ കളറിലെ ജെല്ലി ഫിഷാണ് തീച്ചൊറി എന്ന് പറയും. ബീച്ചിലൊക്കെ കുളിക്കാൻ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ഒന്ന് തൊട്ടൊരുമി പോയാൽ മതി. അതിൻ്റെ ആ ചൊറിച്ചിലിൻ്റെ എഫക്റ്റ് തലക്കൊരയും കിട്ടും. പറഞ്ഞ് തീരെയില്ല. അടുത്തത് നമ്മുടെ വലയിനകത്ത് വന്ന് ഒരു സ്രാവാണ്ട. ഇത് മാക്കോ ഷാർക്കാണ്ട. വലുതല്ല, ഒരു മീഡിയം സൈസ്. ഈ ഓലക്കുടീൻ്റെ നടുവെന്ന് അങ്ങോട്ടില്ല കേട്ടോ. കാരണം ഈ സ്രാവ് കടിച്ചു നിന്നേക്കണേണ്. ഇതിനെ കടിച്ച് തിന്നാൻ വന്ന പേരിക്കുള്ള പുള്ളിക്കാരൻ വലയെ കുടുങ്ങിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലാണ്. ശരിക്കും നല്ല ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ്ട്. ഇവർ നായ്സുറ എന്നാണ്ട് ഇതിനെ പറയണത്. അതുമാത്രമല്ല, വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാട്ടാ. നമ്മുടെ വലയിൽ ഒരു പന്നിക്കോലാനും ഉണ്ടായിരുന്നു. അതിൻ്റെ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ആകെ നമ്മുടെ വലയിനകത്ത് ഉണ്ടായത് ഈ ഒരു ഭാഗം മാത്രം ഉണ്ട്, അതിൻ്റെ ആ ഒരു കൊമ്പിൻ്റെ ഭാഗം മാത്രം. മണ്ടകാമി ഫുള്ളാ കടിച്ചിട്ടാ. ഇത് നോക്കി ഒരു ചെറിയ ഓലക്കൊടിയും കിടക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ കറിക്ക് ഇവൻ അങ്ങോട്ട് തട്ടാടാ. നേരത്തെ കണ്ട പന്നിക്കോലാൻ്റെ കൊമ്പ് മാത്രമായിട്ട് നമുക്ക് സമ്മാനിച്ച് സ്രാവല്ലെന്നാണ്ട മുനീശ്വരണ്ണം പറയണത്. അത് കണ്ടാവോങ്ങൽ എന്ന് പറയും. കണ്ടാവോങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് കില്ലർ ഓയിലാണ്ട. നമ്മുടെ പേജിനകത്ത് മുന്നേ വീഡിയോ ഇട്ടിട്ട് ഒരു കൂട്ടം നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത്. ഫോൾസ് കില്ലർ ഓയിലിന് നല്ല ബുദ്ധിൻ്റെ വലിയ വലയെ കുടുങ്ങില്ല. രാവിലത്തെ ഫുഡിനുള്ള മീനായിട്ട് സെൽവ് എത്തിയിട്ടാ. കുറച്ച് മുമ്പ് വലയെ കിട്ടിയ ഓലക്കൊടിയാണ്. അപ്പോൾ ഇത് വെച്ച് കൂട്ടുകറിയായിട്ട് ഉണ്ടാക്കാൻ പോകണം. കൂട്ടുകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഇവർ കൂട്ടുകറി എന്ന് പറയുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഇവരുടെ മീൻ വെട്ടണമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ ആ ഒരു മീറ്റ് മാത്രം എടുത്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്യണ എല്ലാ കാര്യങ്ങളും. നമ്മുടെ വീടുകളിൽ അമ്മമാർ മീൻ വെട്ടാൻ നേരത്ത് ആ മീനിൽ നിന്ന് എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുക്കട്ടെ. പക്ഷേ ഇത് മീൻ ഒരുപാട് കിട്ടണതിൻ്റെ പേരിലാണെന്നറിയില്ല, ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവരെടുക്കില്ല. അതായത് തലയൊക്കെ, അതിപ്പോൾ കേരയുടെ ആയാലും ചൂരയുടെ ആയാലും തല ഒന്നും ഇവരെടുക്കില്ല കേട്ടോ. അപ്പോൾ അതെ, ഈ ഓലക്കൊടീൻ്റെ തലയും നേരെടുത്ത് വെള്ളത്തിലേക്ക് കളയും. അത് കറി വെക്കാനായിട്ട് എടുക്കാറില്ല. ഇഷ്ടം പോലെ മീൻ കിട്ടുന്നതിൻ്റെ അഹങ്കാരമാണെന്ന് പലരും ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണുള്ള മീൻ വെട്ടണതും കറി വെക്കണമല്ല. അപ്പോൾ ഇവരുടെ നാട്ടിലെ രീതി ഇങ്ങനെയായിരിക്കാം. അതുകൊണ്ടാണ് ഇവർ തല അധികം യൂസ് ചെയ്യാത്തത്. മീനിൻ്റെ വേസ്റ്റ് കടലിലേക്ക് ഇട്ടെന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല കേട്ടോ. കാരണം ഇഷ്ടം പോലെ വിശന്നിരിക്കണ മീനുകളാണ് ആ തലക്കു ചുറ്റും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത്.
ഇത് കണ്ട കട്ട് ചെയ്ത് നല്ല കഴുകി സുന്ദര കുട്ടപ്പന്മാരാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല വരട്ടാനായിട്ട്. രമേശ് അണ്ണനെ കണ്ട കറി വെക്കണത് ചെറിയ 10 പാക്കറ്റ് മസാലകളുണ്ട്. അതിനകത്ത് നമ്മുടെ മീനെ നന്നായിട്ട് പെരട്ടിയിട്ട് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. കേരള ബോട്ടിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് വീൽ ഹൗസിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കിച്ചൺ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ കുക്കിംഗ് പരിപാടിയെല്ലാം നടക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മുടെ മസാല വരട്ടി വെച്ചേക്കണ ഓലക്കൊടിയെ വറുത്തെടുക്കേണ്ട. മീൻ വറക്കാനിട്ടിട്ട് റോസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട രമേശണ്ണൻ. ശരിക്കും കിച്ചണിലെ കാര്യങ്ങളെല്ലാം നോക്കണത് നമ്മുടെ നാഗരാജണ്ണനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ കാലിന് ഒരു ആക്സിഡൻറ്റ് ബോട്ടിൽ വെച്ച് സംഭവിച്ചതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ റിക്കവറായി വന്നിട്ടില്ല. ആ പുള്ളി വന്നു കഴിഞ്ഞാൽ കിച്ചൺ പണി മാത്രം നോക്കാനായിട്ട് ഒരാൾ ബോട്ടിനകത്ത് ഉണ്ടാവട്ടെ. നിലവിൽ ബോട്ടിലെ ഓൾറൗണ്ടർ രമേശണ്ണനാണ്. കുക്കിംഗ്, സ്റ്റോറിലിറങ്ങൽ, അതുപോലെ വല പിടിക്കാനെല്ലാം നിൽക്കും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ബോട്ടിലെ പിള്ളേരെല്ലാവരും ഉണ്ടാവട്ടെ. സ്റ്റോർ റൂമിൽ ഇറങ്ങിയും അതുപോലെ കിച്ചൺ പണിയെല്ലാം നോക്കണക്ക് എക്സ്ട്രാ പങ്കുണ്ടാ. പിന്നെ ബാറ്റ് എല്ലാം സെയിം തന്നെയാണ്. മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുണ്ടാക്കുന്ന കറികളെല്ലാം ഒന്നിനൊന്നും മെച്ചമുണ്ട്. സാമ്പാറിന്റെ ടേസ്റ്റ് ഒക്കെ പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ മീൻ വെച്ചുള്ള പല വിഭവങ്ങൾ ഇവരുണ്ടാക്കാറുണ്ട്. രമേശണ്ണൻ ഇതിനു മുന്നേ ഒരു ചൂണ്ട ബോട്ടിനകത്ത് 5 വർഷത്തോളം കിച്ചൺ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ നമുക്ക് കുക്ക് ചെയ്ത് തരാറുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ഈ ട്യൂണച്ചുക്ക, അതുപോലെ ഫിഷ് പക്കോട, കേസരി, പിന്നെ സുറാപ്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവിനെ വെച്ചിട്ടുള്ള ഒരു പുട്ടാണ്. റോസ്റ്റ് ചെയ്ത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അന്തരീക്ഷം പടപടപടയെന്നും പറഞ്ഞാണ് ഇങ്ങനെ മാറി വന്നത്. ഇത് നോക്കി ഇപ്പം വീണ്ടും മഴക്കാർ വന്നിട്ടുണ്ട്. ഓലക്കൊടിയൻ്റെ അടുപ്പത്തിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കേണ്ട. കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുത്താൽ സെറ്റ് ഇട്ടാ. അടുത്ത സെറ്റ് വലിയെടുക്കാനായിട്ട് നമ്മൾ ഓടിപ്പോവാണ്. അന്തരീക്ഷം നോക്കി നല്ല ഇരുണ്ട് നിൽക്കുകയാണ്. മഴ പെയ്യോ ഇല്ലയെന്ന് അറിയില്ല. അത് മാത്രമല്ല ഇന്നലെ കണ്ട ആ ഒരു രീതിയല്ല ഇപ്പതേ പുഴ പോലെ ആയിട്ടുണ്ട്. പക്ഷേ മഴക്കാരുണ്ട്, കാറ്റില്ല. രാവിലത്തെ ഫുഡ് റെഡി. ട്രോളിംഗ് ബോട്ടിലെ പോലെ എല്ലാവരും ഒരുമിച്ചല്ലട്ട ഭക്ഷണം കഴിക്കണം. അങ്ങനെ കഴിക്കണത് രാത്രി മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ 2 സെറ്റായിട്ട് മാറി വന്നാണ്ട കഴിച്ചുകൊണ്ടിരിക്കണം. കാരണം വല പിടിക്കണത് നമുക്ക് അവിടെ ഡിലേ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറി വന്നാണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ നല്ല ചൂട് ചോറും അതുപോലെ ഓലക്കൊടിയും റോസ്റ്റ് എടുത്തുകൊണ്ട് നമ്മുടെ പൊന്നിതേ ഓടയുണ്ട്. പുള്ളിക്കാരൻ ക്യാമറ റൂമിൽ നിൽക്കില്ല. ഇതാണ് നമ്മുടെ ബോട്ടിലെ സ്രാങ്ക്, ജാക്സൺ എന്നാണ്ട പേര്. പുള്ളിക്കാരൻ ചെറിയൊരു നാണക്കാരനുണ്ട്. അധികം ക്യാമറ റൂമിൽ നിൽക്കാറില്ല. വീൽ ഹൗസിൻ്റെ സൈഡിലിരുന്നതേ പൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വലയിൽ നിന്ന് തട്ടിപ്പോണ ചെറിയ മീനായിക്കോട്ടെ വലിയ മീനായിക്കോട്ടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരാഴത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചാടി എടുക്കോട്ടെ. രമേശണ്ണൻ്റെ അടുത്ത ചൂരിനെ കടിച്ചുപിടിച്ചത് ബോട്ടിലേക്ക് കയറണേണ്ട. പറഞ്ഞു തീരണതിന് മുമ്പേ അടുത്ത മീനും വെള്ളത്തിലേക്ക് പോയിട്ട് തട്ടി. ആ മീൻ എടുക്കാനായിട്ട് പുള്ളിക്കാരൻ വീണ്ടും കടലിലേക്ക് ചാടി. കണ്ണിന് കുളിർമേകണ കാഴ്ച കണ്ടിട്ടുണ്ടാ. ഇത് നോക്കിയേ നിങ്ങൾ. അങ്ങ് മഴക്കാർ വന്ന് അറ്റം വരെ ഇങ്ങനെ പോയേക്കാണ്. മഴ പെയ്യോ ഇല്ലയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഒരു അടിപൊളി കാഴ്ച ആയിരുന്നിട്ട് ഇതിങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. അങ്ങ് ദൂരത്തെ മഴ അടിച്ച് തകർത്ത് പെയ്തുകൊണ്ടിരിക്കേണ്ട. കണ്ട കടലിൽ മഴ പെയ്യുമ്പോഴുള്ള ഒരു സീനാണ് ഈ കാണുന്നത്. അടുത്ത സെറ്റ് ടീം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നൻപനും ടീമൊക്കെ ചെറിയ രീതിയിൽ കാറ്റടിച്ച് തുടങ്ങുന്നുണ്ട്. മിക്കവാറും മഴ നമുക്കും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എത്ര വിശന്ന് കഴിഞ്ഞാലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. കൂടെ നൻപൻ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അടുത്ത സെറ്റ് വലിയെടുക്കാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. നല്ല രീതിയിൽ കാറ്റൊടിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ ചാറ്റലൊടിക്കുന്നുണ്ട്. 80% വല കയറി കഴിഞ്ഞിട്ട് സമയം ഏകദേശം ഒരു 10 മണിയായി വന്നി. നല്ല തണുത്ത കാറ്റാണ്ട വീശിക്കൊണ്ടിരിക്കണം. രാവിലെ ആയപ്പോഴേക്കും വലിയ മീനെല്ലാം കിട്ടല് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ചൂരയാണ് പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇപ്പം എന്തായാലും വലിയ മീനുകൾ കുടുങ്ങൂല. രാത്രി കുടുങ്ങിയ മീനുകളെ വലയിലുണ്ടാവുള്ളൂ. വെട്ടം വന്നു കഴിഞ്ഞാൽ മീനുകൾ അടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് വലിയിട്ട് രാത്രി തന്നെ പിടിക്കണേ കേട്ടോ. ഇത് നോക്കി, ഇത് ഒരു ജെറ്റ് പോകണുണ്ട. ഫ്ലൈറ്റ് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. കാണാനെല്ലാം കുറെ കപ്പലുകളാണ്ട. നമ്മൾ മീൻ പിടിക്കാൻ പോയ സ്ഥലത്തേക്ക് കൂടി എയർ റൂട്ടൊന്നും ഇല്ലെന്നോണ്ട. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിൻ്റെ ഉള്ളൊരു സന്തോഷം.
ഈ പ്രാവശ്യം കൂടുതലും നമുക്ക് കിട്ടിയണ മയിലാണ് കേട്ടോ. മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓലക്കുടിയനാണ്, സെയിൽ ഫിഷാണ് കൂടുതലും നമുക്ക് കിട്ടിയണം. കിട്ടിയതിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ മാറി മാറിയാണ് കിട്ടിയണം. പിന്നെ വലിയ മീനുകൾ എന്ന് പറയുമ്പോൾ കട്ടക്കൊമ്പൻ, പന്നിക്കോലാനൊക്കെ അത്യാവശ്യം സൈസുള്ളത് കയറിയിട്ടുണ്ട്. ചൂര അങ്ങനെ അധികം കിട്ടിയിട്ടില്ല, കൂടുതലും വലിയ മീനാണ് വന്നേക്കണത്. നമ്മൾ വലയിടണം ഓരോ ഗ്രൗണ്ടിലും വെള്ളം വലിവും കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഓരോ മീനുകൾ വലയിൽ കയറുന്നത്. തെരണ്ടി എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടിട്ടില്ല. സാധാരണ തെരണ്ടിയാണ് കൂടുതൽ കിട്ടാറുള്ളത്. അത് കയറി കഴിഞ്ഞാലും പണിയാണ്. നമ്മുടെ വലനിങ്ങനെ ചുറ്റിച്ച് മൊത്തത്തിൽ ഉടക്കായി കളയും. ഇന്നത്തെ ദിവസം ലക്കിയുടെയാണ്. എല്ലാം പരിവെട്ടിയാണ്ട് കിട്ടിയാണ്. പരിവെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വലിയ വലിയ മീൻ. ഇവർ പറയുന്ന ഒരു ഡയലോഗാണ് പരിവെട്ടി എന്നിട്ട്. ഇഷ്ടം പോലെ വലിയ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ നേരത്ത് എല്ലാ ബോട്ടുകാർക്കും ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മീനിൻ്റെ വില കുറച്ച് കളയൂട്ടാ. അതേസമയം നമ്മുടെ ബോട്ടിന് മാത്രമാണ് വലിയ മീനുള്ളതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് നമുക്ക് കിട്ടും. അതാണ് ഈ ഫിഷിംഗ് ഫീൽഡിൽ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മീൻ ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആ മീനിൻ്റെ വില കുറച്ച് ചവിട്ടി അങ്ങോട്ട് കളയും. ദേ വന്നേക്കണ്ട മോനെ, കാത്തിരുന്നാളെത്തിയിട്ടുണ്ട്. ദേ ഒരു തെരണ്ടി നമ്മുടെ വലയിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. രാത്രി കുടുങ്ങി കിടക്കുകയാണ്, കാരണം ജീവനില്ല, ചത്ത് കിടക്കുകയാണ്. പലതവണ പറഞ്ഞാലും ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് ഈ മീനെല്ലാം എന്താണ് ഇതുപോലെ ചത്തു തന്നെ എന്നുള്ളത്. ഫ്രീ ആയിട്ട് നീന്തിക്കൊണ്ടിരിക്കണ മീനിൻ്റെ ഇതുപോലെ വലയെ കുടുങ്ങാൻ നേരത്ത് അതിൻ്റെ ഗിൽസ് ചെകിള വേണ്ട രീതിയിൽ തുറക്കാൻ പറ്റില്ല. ഇതാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഓവറായിട്ട് പ്രഷർ കൊടുത്ത് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം അതിന് വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കിട്ടാണ്ടായി കഴിയുമ്പോൾ കുറച്ച് നേരം വലയിൽ കിടന്ന് ചത്തുപോണത്. ചൂര എന്നൊക്കെ പറഞ്ഞ മീൻ നീന്തൽ നിർത്തി കഴിഞ്ഞാൽ ചാവണ മീനാണ്. പിന്നെയും സർവൈവ് ചെയ്ത് നിൽക്കണ ഒരേ ഒരു സാധനം ഈ തെരണ്ടിയാണ്ട. ഇവൻ വല കറക്കി കളഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരുപാട് വല കറക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇനി ഇതിനെ പൊക്കി നേരെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റിയാണ്. സാധനം ചത്തിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി നമ്മുടെ വലയിൽ അടിച്ച് കയറിയണമെന്നുണ്ട്. അതെ, തിറുക്കെ കയറിയതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത്. വല മൊത്തത്തിൽ കറങ്ങിപ്പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി പൊക്കി ബോട്ടിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഉടക്ക് മാറ്റി എടുക്കണോട്ടെ. ഇതേ ഒരു പന്നിക്കോലൻ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതിനെടുക്കാനും ചടങ്ങാണ്, കാരണം ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഉടക്കെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് മീനെ റോപ്പ് ഇട്ടിട്ട് പൊക്കി കയറ്റാനിട്ടാണ്. മണി ചാടിയിട്ട വെള്ളത്തിലേക്ക് മണി ചാടിയിട്ട് മീനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വല ഇങ്ങനെ കുടുങ്ങണ്. പിന്നെ റഫ് ടൈമിലാണ്, നമ്മൾ സീസൺ ടൈമിൽ പോകാൻ നേരത്ത് കാറ്റും കോളായിരിക്കുമല്ലോ. കാറ്റും കോളുള്ള സമയത്ത് വല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടുങ്ങിപ്പോകും. കാരണം വല പിടിക്കാനേ പറ്റില്ല. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിര കാറ്റായിരിക്കുള്ളൂ. ഒരു തവണയും കൂടി ഞാൻ ഈ ഗില്ലറ്റ് ബോട്ടിൽ പോകും. ആ പോക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ടൈമിലാണ് പോകുന്നത്. റഫ് ടൈം ആയിരിക്കുള്ളൂ. ഇന്നേ വരെയും ആരും കാണിച്ചിട്ടില്ലാത്ത കടലിൻ്റെ മറ്റൊരു മുഖമായിരിക്കുള്ളൂ ഞാൻ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണേട്ടാ. റിസ്ക്കാണ് പോലെ, കാരണം ഈ ബോട്ടുകളുടെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബോട്ടുകൾ പോലെ അല്ലട്ടാ. അമരം തൊട്ട് അണിയം വരെയും ഒരൊറ്റ ഷേപ്പാണ്. അതുകൊണ്ട് വലിയ തിരമാലകൾ വന്നു കഴിഞ്ഞാൽ ബോട്ടിനിങ്ങനെ കുത്തി താത്തി കളഞ്ഞിട്ടായിരിക്കുള്ളൂ, വെള്ളത്തെപ്പാടി ആയിരിക്കുള്ളൂ പൊക്കിയെടുത്തടിക്കണേട്ടാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ 3-4 ദിവസം വേണം നമുക്ക് കര പിടിക്കാനായിട്ട്. അപ്പോൾ റിസ്ക് എടുത്താലേ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പോൾ സീസൺ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഗില്ലറ്റ് ബോട്ടിൽ പോയി നല്ല കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വന്നിരിക്കട്ടെ. കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം. അങ്ങനെ പന്നിക്കോലാന ഒരു കണക്കിന് വലയെന്ന് അഴിച്ചെടുത്തിട്ട് വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് അധികം സൈസ് തോന്നിക്കണല്ലേ, പക്ഷേ ബോട്ടിലേക്ക് എടുത്തിടാൻ നേരത്ത് ഇതിൻ്റെ സൈസ് തോന്നിക്കോട്ടെ. തെരണ്ടി വന്ന് ഉടക്കിക്കളഞ്ഞ വലതെ ബീഞ്ചിൽ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 സെറ്റോളം വല കറക്കി കളഞ്ഞിട്ടാ പുള്ളിക്കാരൻ. 2 സെറ്റോളം വല എന്ന് പറയുമ്പോൾ ഒരു വല എങ്ങനെ പോയി കഴിഞ്ഞാലും 8 ഞോട്ടിക്കലോളം ഉണ്ടാവും. അപ്പോൾ 2 വലയെന്ന് പറയുമ്പോൾ 16 ഞോട്ടിക്കലോളം വലയാണ് നമുക്കിവിടെ ശരിയാക്കാനുള്ളത്. സ്രാങ്ക് പറഞ്ഞ് ഈ വല പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ നേരെ നമ്മൾ കരക്കോടെയാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തിരിവ് നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും മീൻ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെറ്റ് വല കുറച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ വലയിടണേട്ടാ.
ഉടക്കിയ വലയെല്ലാം പിടിച്ച് കയറ്റിയിട്ട് നമ്മൾ ഓടിച്ചത് നമ്മുടെ കമ്പനി ബോട്ടിൻ്റെ അടുത്തേക്കാണ്. അവർക്ക് എന്തോ മൈദമാവ് എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തോണ്ടിരിക്കേണ്ട. കടലിൽ വെച്ച് നമ്മൾ പരസ്പരം സാധനങ്ങൾ കൈമാറുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കും, വെള്ളവും സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലെ കയറി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കട്ടെ. മീനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ബോട്ട് നിർത്തുന്ന നേരം കൊണ്ട് ഒപ്പത്തിനൊപ്പം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും സുഖമായിട്ട് നമുക്ക് സാധനങ്ങൾ കൈമാറാമെന്ന് നിങ്ങൾ ചിന്തിക്കും. നമ്മുടെ ബോട്ടിൻ്റെ ബോഡി ഇരുമ്പും ആ ബോട്ടിൻ്റെ ബോഡി ഫൈബറും മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കാൻ നേരത്ത് റോളിംഗ് ഉള്ളതിൻ്റെ പേരിൽ ചെറിയൊരു ആയിപ്പാണെങ്കിൽ പോലും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ കിടന്ന് ആടുമ്പോൾ ബോട്ടിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടേ നമ്മളെപ്പോഴും പിടിക്കോട്ടെ. ഈ ബോട്ടിന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കരക്ക് തന്നെ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അവർക്ക് കൊടുത്തിട്ടാൽ ബാക്കി മുതലാളിമാർ കരയിച്ചെല്ലാം നേരത്ത് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ചുരുക്കം ചിലർ മാത്രം പറയുള്ളൂ. കടലിൽ ഇത് സർവ്വസാധാരണ ഉണ്ടതേ ഒരു കപ്പൽ ഓടി പോകണണ്ട. ഇത് നോക്കിയാൽ നല്ല ഒതുങ്ങിയ ഷിപ്പല്ലേ. 10-20 ദിവസം മുമ്പൊക്കെ ഇതുപോലത്തെ ഷിപ്പ് പോണ സമയത്ത് കൊച്ചിയിലേക്കാണെന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കോട്ടെ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എന്തായാലും പോകണില്ല, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നാളെ പോണ വഴിക്ക് വല്ല തിരിവ് വന്നു കഴിഞ്ഞാൽ വലിയിടും. അതും നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ള സ്രാങ്കാണ് എല്ലാം തീരുമാനിക്കണേ കേട്ടോ. ഇന്നത്തേക്കപ്പോൾ 24 ദിവസത്തോട്ടാ. ഇനി ഒരു 3 ദിവസത്തെ ഓട്ടം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കരയിലേക്ക് എത്തോട്ടെ. അപ്പോൾ എല്ലാവരും ഇവിടെ വല പിടിച്ചിട്ട് ഇവിടെ ഇരിക്കേണ്ട. കരക്ക് പോണതിൻ്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. എന്നാല ഒരു വിഷമവും ഉണ്ട്. കാരണം ഈ വല ഇങ്ങനെ ഉടക്കി കയറിയൊക്കെയാണ്. ഇത് മൊത്തം ഇനി റെഡിയാക്കണോടെ. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ റെഡിയാക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് മീൻ ഇറക്കണ ഒരു കാഴ്ചയെ കാണാം. മീൻ ഇറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കര എത്തുന്നതിന് മുമ്പേ മീനെല്ലാം സ്റ്റോറിൽ നിന്ന് പൊക്കിയിട്ട് നേരെ ബോട്ടിൻ്റെ അണിയത്ത് സെറ്റ് ചെയ്ത് പോട്ടെ. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. ഓക്കെ.